everyone, welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കാശ്മീരി ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചൈനീസ് ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാശ്മീരി സ്റ്റൈൽ ഒരു ചില്ലി ചിക്കൻ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ചിക്കൻ. നമുക്ക് വേണ്ടത് ഇപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് അരപ്പ് അരയ്ക്കാനായിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി ഒരു 12 എണ്ണം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു തരത്തിലാണ് എടുക്കുന്നത്. എരിവ് കുറവ് വേണമെങ്കിൽ 8 ചില്ലിയൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഒരു 12 കാശ്മീരി ചില്ലി ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ എടുക്കുമ്പം പറയാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ മിക്സി ജാറിലേക്ക് ഇടണം. ഇവിടെ നമ്മൾ ഒരു 12 കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇപ്പോൾ ചൂടാറിയത് അതിനകത്തേക്ക് ഇടാം. സിനമൺ, ചെറിയൊരു കഷ്ണം സിനമൺ, ചെറിയൊരു ഏലക്ക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെപ്പർകോൺസ്, കുരുമുളക് ഹോളായിട്ട്, പിന്നെ കടുക് 1 ടീസ്പൂൺ ഉണ്ട്, പിന്നെ ജീരകം 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ കേട്ടോ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇടുക. ഞാൻ ജീരകം പൊടിയായിട്ട് എടുത്തേക്കുന്നത്, ഞാൻ 1/4 ടീസ്പൂൺ ജീരകം പൊടിയായി എടുത്തേക്കുന്നത്. ജീരകമായിട്ട് ഇടുവാണെങ്കിൽ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാൻ നേരത്ത് നമുക്ക് ആവശ്യത്തിന് ഈ വെള്ളം ഒഴിക്കാം. നമ്മൾ മുളക് സോക്ക് ചെയ്ത വെള്ളം വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ച് ഒഴിച്ച് അരച്ചെടുക്കാം. ഇങ്ങനെ ഒരു സ്മൂത്ത് പേസ്റ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഈ ചില്ലി പേസ്റ്റ് ഞാൻ എടുക്കുക. ഓക്കെ, ഇത്ര ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ചിക്കനിലേക്ക് ഇടുക. ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ബാക്കി പേസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ വേണം. ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ഇപ്പോൾ ചേർത്ത് കുറച്ചുകൂടെ വേണ്ട വരും. ഇപ്പോൾ 1/2 ടീസ്പൂൺ സോൾട്ടും 1 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും ചേർത്ത് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതൊത്തിരി ഡിഫറെൻ്റ് ഒരു ഫ്ലേവർ ഉള്ള ഒരു കറിയായിട്ട് നമ്മൾ സാധാരണ കഴിച്ചിട്ടുണ്ടാകുന്നൊരു കറിയല്ല, ഇച്ചിരി വ്യത്യാസമായിട്ടുള്ളൊരു ഫ്ലേവർ. അത് കടുവൊക്കെ അരച്ചാണല്ലോ നമ്മൾ ചേർക്കുന്നത്, അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഞാൻ 1 കപ്പ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് ഹീപ്ഡായിട്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, എണ്ണ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നിറച്ച് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ സവാള വറുക്കുമ്പം ഒരു പിഞ്ച് ഓഫ് ഷുഗർ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്യണം. ഈ ഷുഗർ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. സോൾട്ട് എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, സോൾട്ട് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അണിയൻസ് വെള്ളം റിലീസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കുക്ക്ഡ് ആവും, ഡ്രൈഡ് ആയിട്ട് പെട്ടെന്ന് കുക്ക്ഡ് ആവും. അതുകൊണ്ടാണ് സോൾട്ടും ഇച്ചിരി ഇടുന്നത്. ഓക്കെ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ ഈ അണിയൻസ് മാറ്റുക. ഓക്കെ, അപ്പോൾ ഈ സെയിം ഓയിലേക്ക് തന്നെ നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇടുമ്പോൾ നിങ്ങൾ ചിക്കൻ ഇടുമ്പോൾ ഒത്തിരി അടുപ്പിച്ചിടില്ല, ഇച്ചിരി ഗ്യാപ്പ് വേണം. ഇത്തിരി നിറച്ച് മൊത്തം ക്വാണ്ടിറ്റി ഒരുമിച്ചിടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. എണ്ണ എല്ലായിടത്തും വരുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക.
ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. നമ്മളിത്തേൽ മാരിനേറ്റ് ചെയ്യാൻ പുരട്ടി വെച്ചേക്കുന്ന മസാലയില്ലേ, അതൊക്കെ ഒന്ന് മൂത്താൽ മാത്രം മതി. ഓക്കെ, ടേൺ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ ആകുമ്പം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ ഇറച്ചി ഫുൾ കുക്ക്ഡല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഫ്രഷ് പ്ലേറ്റ് എടുത്തേക്കുന്നത്. എല്ലാം എടുത്ത് മാറ്റാം. ഇനി ഒരു ബാച്ചും കൂടി ഇടാനായിട്ടുണ്ടാവും. കറി കട്ട്സ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒത്തിരി വലിയ പീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ചിക്കനെ നമുക്ക് 8 കട്ട് ചെയ്ത് വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. കുറച്ച് എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യുക. രണ്ട് സൈഡിൽ ആ റോ കളർ മാറി കഴിയുമ്പോൾ ലൈറ്റ് ബ്രൗൺ ടിൻറ്റാകുമ്പോൾ എടുക്കും. എപ്പോഴും തീ കുറച്ചിടല്ല. ഇത് ചെയ്യുമ്പം സീലിംഗ് പോലെ ഇത് ചെയ്യുന്നത് കേട്ടോ. സീലിംഗ് പറഞ്ഞാൽ മീറ്റിൻ്റെ ജ്യൂസ് ഇൻടാക്റ്റ് ആയിട്ട് വെക്കാനായിട്ടാണ്. അപ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് എടുക്കാം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തു മാറ്റി. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂണും ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂൺ എടുത്തേക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ. ഇത് 1 കിലോ ചിക്കൻ്റെ അളവാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജിഞ്ചർ പേസ്റ്റ് ഇടുമ്പോൾ അടിക്ക് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. റോ സ്മെല്ല് പോകുന്ന വരെ കുക്ക് ചെയ്യാം. ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂത്തു കേട്ടോ. റോ സ്മെല്ലെല്ലാം പോയി. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, ചില്ലീസും കടുകും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച്, അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള പേസ്റ്റ് ഇവിടെ ചേർക്കാം. ഓക്കെ, ഇത് ഇനി അരപ്പ് നന്നായിട്ട് റോ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് മൂപ്പിക്കണം. 2-3 മിനിറ്റ് എടുക്കും മൂത്ത് വരാനായിട്ട്. ഓക്കെ, അരപ്പ് നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. 2 ടൊമാറ്റോ ചോപ്പ് ചെയ്ത് കേട്ടോ, അത് ആഡ് ചെയ്യാം. ഈ ടൊമാറ്റോസ് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം, അതുവരെ ഇത് കുക്ക് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് ഉടയ്ക്കും. ഇങ്ങനെ ഉടച്ച് അത് പേസ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, അടുത്ത് നമുക്ക് ചേർക്കാനുള്ള കേട് ഞാനൊരു അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല, കുറച്ച് താഴെയായിട്ട് കേട്ടോ. മേ ബി ഒരു 100 ml കേട് എന്ന് പറയാം, അത്രയും കേട് എടുത്തിട്ടുണ്ട്. 120 ml ആണ് അരക്കപ്പ്, നമ്മളൊരു 100 ml എടുത്തിട്ടുണ്ട്. കേടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഓക്കെ, നമ്മൾ കേർഡ് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സ്റ്റേജാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നട്ട്സും റേസിൻ പേസ്റ്റ് ഇവിടെ ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നട്ട്സ് അരച്ചതും 1 ടേബിൾ സ്പൂൺ റേസിൻസ് പേസ്റ്റ് ആക്കിയതും കേട്ടോ. പക്ഷെ ആർക്കെങ്കിലും ഇത് അറിയത്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയുകയാണ്, നട്ട്സും റേസിൻസും പേസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർക്കുക നട്ട്സ് എടുത്തിട്ട്, എന്നിട്ട് അത് അരച്ച് എടുത്താൽ മതി. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യത്തിനുണ്ടാവും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും കേട്ടോ. എപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിലൊക്കെ നമ്മൾ ഒത്തിരി നട്ട്സ് ആൻഡ് റൈസിൻ പേസ്റ്റ് ഒക്കെ ചേർക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, കുക്ക് ചെയ്തല്ല ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനകത്തേക്ക് ചേർക്കാം. ഇതിനൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അണിയൻസ് ഇല്ലേ, സവാള ഫ്രൈ ചെയ്തതും ഈ കൂടെ തന്നെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇത് കുക്കാവണം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, മല്ലിയിലയും കൂടെ കുറച്ച് ഇടുകയാണ്. ഓക്കെ, കൊറിയാൻഡർ ലീവ്സ് ഇട്ട് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യും. ഹാഫ് കപ്പ് വെള്ളം ചേർത്തു, മിക്സ് ചെയ്തിട്ട് അടയ്ക്കും. ഓക്കെ, അടച്ചു വെക്കുക. ഇതൊരു 20 മിനിറ്റ്, 20 to 25 മിനിറ്റ്സ് എടുക്കും ചിക്കൻ കുക്കാവാനായിട്ട്. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊക്കെ കുക്കാവണം. ഏകദേശം 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ആദ്യം കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, പൊടിക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഗ്രേവി ആണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുക. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഒഴിച്ചിട്ടില്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പം ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഓക്കെ, അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാം. കാശ്മീരി ചില്ലി ചിക്കൻ നമ്മുടെ റെഡിയായി. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ചപ്പാത്തിയിലൂടെയൊക്കെ നല്ല ഗ്രേവിയാണ്. ചപ്പാത്തി, പുലാവ്, പിന്നെ ഗീ റൈസ്, ഇതിലൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. നമ്മൾ 12 മുളകാണ് ഇട്ടത്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും എരിവ് ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരളവിൽ എടുത്തേക്കുന്നത്. അപ്പം എരിവ് അധികം വേണ്ടാത്തൊരു 8 മുളകൊക്കെ ചേർത്താൽ മതിയാവും. ഓക്കെ, കാശ്മീരി ചില്ലി ചിക്കൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, ഓക്കെ. അപ്പോൾ ഈ കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ നോർമൽ കഴിക്കുന്ന കറി വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഡിഷസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് എനിക്ക് പറ്റുന്ന ഡിഷസ് ആണെങ്കിൽ ഞാൻ കാണിക്കും. ഇതേപോലെ നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.